എന്ത് കാറ്റഗറി ഡ്രസ് ഐറ്റം സെലക്ട് ചെയ്യും? ഇന്നത്തെ കാലത്ത് സാരിക്കല്ലേ കൂടുതൽ ഡിമാൻഡ്. സാരി സെലക്ട് ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട, ഇന്ന് അധികമായിട്ടും ആളുകൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഡ്രസ്സാണ്. അപ്പൊ സിമ്പിൾ ഡ്രസ്സ് സെലക്ട് ചെയ്താലോ? അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ? ഏത് കാറ്റഗറി പ്രോഡക്റ്റ് സെലക്ട് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ വിൽക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം നമ്മളോട് തന്നെയാണ് അത് ചോദിക്കേണ്ടത്. എന്ത് കാറ്റഗറി പ്രോഡക്റ്റിനെ കുറിച്ചാണ് എനിക്ക് നല്ല രീതിയിൽ അറിവുള്ളത്? ഏത് കാറ്റഗറി പ്രോഡക്റ്റ് ആണ് എനിക്ക് കസ്റ്റമേഴ്സിന്റെ മുൻപിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള സ്കില്ലുള്ളത്? ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഞാനിപ്പോൾ അധികമായിട്ട് സാരി ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ സാരിയുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി സാരി ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമെന്നൊക്കെ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ സാരിനെ കുറിച്ച് അറിയുന്ന ആളെയൊന്നും എനിക്ക് സ്റ്റാഫായിട്ട് വെക്കാനായിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് ഈ ഒരു സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് വിജയിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡിമാൻഡുള്ള ഐറ്റം ആണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു സാരിനെ കുറിച്ച് യാതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ എനിക്കിത് വിൽക്കാനോ പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ അവർ തരുന്ന പ്രൈസ് ഓക്കെ ആണോ, അത്രേ ഉള്ളോ ആ ഒരു പ്രോഡക്റ്റിന് പ്രൈസ്, പിന്നെ എന്ത് മെറ്റീരിയൽ ആണ്, ഇപ്പോഴത്തെ പാറ്റേൺ ഡിമാൻഡ് ഉള്ളതാണോ, അങ്ങനെയുള്ള യാതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കും. അതൊന്നും ക്ലിയർ ചെയ്യാനും എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ലാത്തൊരു പ്രോഡക്റ്റിന്റെ ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എനിക്ക് നല്ല രീതിയിൽ അറിയുന്ന ഒരു കാറ്റഗറി പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ കുർത്തി ആണെങ്കിൽ, ഞാൻ കുർത്തി ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിന്റെ മെറ്റീരിയൽ, MRP, ഹോൾസെയിൽ പ്രൈസ്, അതിന്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു പരിധിവരെ എനിക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നീട് ചെയ്ത് എക്സ്പീരിയൻസ് ആവുമെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എനിക്ക് എന്ത് പ്രോഡക്റ്റിനെ പറ്റിയാണ് നന്നായിട്ട് അറിയുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ബിസിനസ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെയുള്ള അമ്മമാരാണ് എങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങും കാര്യങ്ങളും കുട്ടികൾക്ക് പറ്റുന്ന ക്ലോത്തും എല്ലാം അവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ കുട്ടികൾക്ക് പറ്റുന്ന ഡ്രസ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സാരി റിലേറ്റഡ് ആയിട്ടുള്ള അറിവുള്ള ഒരാളാണെങ്കിൽ സാരി ബിസിനസ് ചെയ്യാം. ഡ്രസ്സ് ഇപ്പോൾ കുർത്തി റിലേറ്റഡ് ആയിട്ട് അറിവുള്ള ആളാണെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഏത് കാറ്റഗറി കസ്റ്റമേഴ്സ് ആണ് നമുക്കുള്ളത് എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത് ഇപ്പോൾ പ്രീമിയം അല്ലാത്ത സാധാ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള പ്രൈസ് റേഞ്ചിലുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ വേണം നമ്മളുടെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാനായിട്ട്. പ്രീമിയം കസ്റ്റമേഴ്സ് ആണെങ്കിൽ അത്തരത്തിൽ ബഡ്ജറ്റിലുള്ള ഐറ്റംസ് വേണം എത്തിക്കാനായിട്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ഏത് തരത്തിലുള്ളതാണ് എന്ന് നോക്കുക. അതുപോലെ തന്നെ എന്തിനെ പറ്റിയാണ് നമുക്ക് നല്ല രീതിയിൽ അറിവുള്ളത് എന്ന് നോക്കുക. ഏത് കാറ്റഗറി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വിൽക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കി മാത്രം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക.